നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ദ പാത്ത് ഇസ് ദ ഗോളിൽ മാനിഫെസ്റ്റിംഗ് ലവ്, സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രകടിപ്പിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ലക്ഷ്യം. ഈശ്വരൻ സ്നേഹമാണ്. സ്നേഹം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചം മുഴുവൻ സ്നേഹമായിട്ട് ഈശ്വരനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് വരിക. അപ്പോൾ അതിലേക്കുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യാന്ന്. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഈ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇന്ന് ഗുരുപൂർണിമയാണ്. നമ്മൾ ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കുന്ന ഒരു ദിവസം. ആദരിക്കുക. വേദവ്യാസൻ്റെ പിറന്നാളാണ് എന്നാണ് ഈ ഗുരുപൂർണിമയുടെ പ്രത്യേകത. എന്താണ് ഈ ഗുരുക്കന്മാരുടെ പ്രാധാന്യം? മഹാഗുരുക്കന്മാർ, വേദവ്യാസൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ശങ്കരാചാര്യർ, സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, ലാലാജി മഹാരാജ്, ബാബുജി മഹാരാജ്, ചാര്യജി മഹാരാജ്, ദാജി മഹാരാജ്, പിന്നെ അവതാരമായിട്ടുള്ള യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമഗുരുവാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ ഈ പ്രപഞ്ചത്തെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു. അവർ അന്ന് പറഞ്ഞതും അന്ന് രേഖപ്പെടുത്തി വെച്ചതും അന്ന് എഴുതി വെച്ചതും എല്ലാം ലോക നന്മയ്ക്കുള്ള കാര്യങ്ങളാണ്. അവർ ലോകത്തിന് വേണ്ടി കെയർ ചെയ്തിരുന്നു. കെയർ എന്നുള്ള വാക്ക് CARE, അതിന് പാരലായിട്ട് മലയാളത്തിലുള്ള ഒരു പദം പല അർത്ഥങ്ങളിലൂടെയാണ് മലയാളത്തിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, അറ്റൻറ്റീവ് ആകുക, പരിചരണം, എല്ലാം കെയർ എന്നുള്ള വാക്കിൽ ഉൾപ്പെടുന്നു.
കെയർ ചെയ്തിരുന്നു. ഈ ലോകം ആ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തണം. ഇവിടെയുള്ള സർവ്വചരാചരങ്ങളും ഞാൻ അനുഭവിക്കുന്ന രീതിയിലുള്ള ആ അനുഭവം അത് അനുഭവിക്കണം. അപ്പോൾ അവർക്കത് പങ്കിടണം എന്നുണ്ട്. അവരോട് ജീവിച്ചിരുന്ന കാലത്ത് അവരത് ചെയ്തു. ഇനി ഈ ലോകം വിട്ടുപോയാലും ഇത് അവർക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് വിചാരിച്ച് അവർ പുസ്തകങ്ങൾ എഴുതി. അതുപോലെ തന്നെ ആശ്രമങ്ങളുണ്ടാക്കി, ക്ഷേത്രങ്ങളുണ്ടാക്കി. ശാന്തിക്ക് വേണ്ടിയിട്ടാണ്, മനഃശാന്തിക്കും സ്നേഹത്തിലേക്ക് വളരാനുമാണ് ഇവരൊക്കെ ഇത് ചെയ്തത്. ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ഈ കെയർ കാരണമാണ്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്തു. ഇനി ഇല്ലാത്ത കാലത്ത് അതേ ഗുണങ്ങൾ ലഭിക്കാനായിട്ട് അവർ പല സ്ഥലങ്ങളും അവർ കണ്ടെത്തി. അതിൽ ചില സിമ്പിൾസ് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. അതിലൊക്കെ പ്രാണപ്രതിഷ്ഠ ചെയ്തു എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. അതിന് ശക്തി കൊടുത്തു. അതിൽ ചെല്ലുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഈ ലോകത്തിൽ ജീവിക്കുന്ന എന്തിനാണെന്നൊരു തിരിച്ചറിവുണ്ടാവട്ടെ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാ റിലിജൻ്റത് കാണാം. അതിനു വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. ഈശ്വരനിലേക്ക് ഉയരാനുള്ള വഴികളാണ് അതെല്ലാം. അപ്പോൾ അവർ കെയർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളും അതല്ലേ പഠിക്കേണ്ടത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കേണ്ടത് നമ്മളും കെയർ ചെയ്യണം. നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വസ്തുക്കളെയും വ്യക്തികളെയും സ്ഥലങ്ങളെയും അന്തരീക്ഷത്തെയും എല്ലാം നമ്മൾ കെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ആദ്യം നമുക്ക് നമ്മുടെ ശരീരത്തിനെ പറ്റി ചിന്തിക്കാം. ശരീരം ഒരു ഉപകരണമാണ്. ശരീരം പ്രവർത്തിപ്പിക്കുന്ന മനസ്സും ഒരു ഉപകരണം തന്നെയാണ്. ഉപകരണം എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം? ഒരമ്മ കുട്ടിക്ക് വേണ്ടിയിട്ട് പാല് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുക? ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ഏറ്റവും വൃത്തിയുള്ള ബോട്ടിൽ. എന്തെങ്കിലും കറിയുണ്ടെങ്കിൽ അത് വേണ്ട, പറ്റില്ല എന്ന് പറയും. അത് വെള്ളത്തിൽ തിളപ്പിച്ച വെള്ളത്തിലിടുന്നു. എത്ര പ്രാവശ്യം കഴിക്കാല നന്നാവുമെന്നറിയില്ല. പിന്നെ കൊടുക്കുന്ന പാൽ ആദ്യം സ്വയം രുചിച്ച് നോക്കുന്നത് ഇത് നല്ല പാലാണോ. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പുറത്ത് കഴിക്കാനൊക്കെ ഹോട്ടലിലൊക്കെ അമ്മമാർ കുറച്ച് പാല് തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആർക്കോട് പറയുമ്പോൾ വളരെയധികം കെയർ ചെയ്യുന്ന കാണാം. കുട്ടിക്ക് ഒരിക്കലും മോശം വരരുത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ വേണം. ഒരു സർജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ സ്വന്തം ശരീരം വൃത്തിയാക്കുന്നു. കൈ സ്ക്രബ് ചെയ്യുന്നു. എത്ര പ്രാവശ്യം കഴുകുക എന്നറിയില്ല. കാരണം എന്താണ്? അവർ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നു. ഒരിക്കലും ആ പേഷ്യൻ്റ് ഒരു മോശം വരരുത്. നല്ലത് മാത്രം നടക്കണം. തലേ ദിവസം നല്ലോണം ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം. താൻ ചെയ്യാൻ പോകുന്ന സർജറിയെ പറ്റി കൃത്യമായിട്ടുള്ള ബോധം വേണം, ട്രെയിനിങ് വേണം. അസിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റേഴ്സ് അത്തരത്തിൽ ട്രെയിൻഡ് ആയിരിക്കണം. എക്യുപ്മെൻറ്റ്സൊക്കെ കറക്റ്റ് ആയിരിക്കണം. എല്ലാം നോക്കും. കറണ്ട് പോയാൽ ജനറേറ്റർ ഉണ്ടോ, ഒരു ഇൻസ്ട്രുമെൻ്റ് പോയാൽ അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് തിയേറ്ററിൽ കയറുന്നത്. അത്രയും കെയർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കെയർ നമുക്ക് നമ്മുടെ മനസ്സിനോടും ശരീരത്തിനോടും കാണിക്കണ്ടേ. അപ്പോൾ മാനിഫെസ്റ്റിംഗ് ലവ്, സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കെയറിങ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞ അതേ ടോപ്പിക്സ് ആവർത്തിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഇത് വേറൊരു വീക്ഷണത്തിലൂടെയാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ കെയർ ചെയ്യുക? ഈ മനസ്സ് ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. ഞാൻ ഇടപെടാൻ പോകുന്നത് എൻ്റെ ഫാമിലിയായിട്ടും, ആദ്യം തന്നെ എൻ്റെ ശരീരമായിട്ട്, പിന്നെ ഫാമിലിയായിട്ട്, പിന്നെ സൊസൈറ്റി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഒരു മോശമായിട്ടുള്ള കാര്യം ഇവിടെ ഉണ്ടാവരുത്. ഇങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ വേണ്ടാത്തൊരു ചിന്ത വരരുത്. എപ്പോഴും സ്നേഹം നിറഞ്ഞ ചിന്തയായിരിക്കണം, നിസ്വാർത്ഥമായിട്ട് ചിന്തയായിരിക്കണം. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കെയറിങ്. അതാണ് യോഗ എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തിനെ ശരിക്കും കെയർ ചെയ്യുന്നത്, ലോകത്തെക്കുറിച്ച് ശരിക്കും നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും, മനസ്സിനെ റെഗുലേറ്റ് ചെയ്യും. അതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ബോഡിയോടുള്ള ഡ്യൂട്ടി. എൻ്റെ ശരീരം ഞാൻ വൃത്തിയാക്കി വയ്ക്കും, കെയർ ചെയ്യും. ഇത് അദ്ദേഹത്തിൻ്റെ ഉപകരണമാണ്. ഇത് കേട് വന്നാൽ എനിക്കിത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഞാനൊരു ഡയബറ്റിക്കാണ് എങ്കിൽ എനിക്കെൻ്റെ കാഴ്ചശക്തി പ്രിസർവ് ചെയ്യണമെന്ന് ഞാനത് കറക്റ്റായിട്ട് നോക്കണ്ടേ. എൻ്റെ ഷുഗർ വാല്യൂ കൂടാൻ പാടില്ല. കാലുകളിലും കൈകളൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പ്രോബ്ലം ഉടനെ തന്നെ നമ്മളത് കറക്റ്റാക്കണം, ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ കാഴ്ചശക്തി ഇല്ലാതെ കണ്ണിനും കൈയിലും കാലിനും വയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പണിയും ചെയ്യാൻ പറ്റില്ല.
ബോഡിയെ കെയർ ചെയ്യുക, ശരീരത്തെ കെയർ ചെയ്യുക. അപ്പോൾ യോഗയുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് യോഗാസനം. അതുപോലെ തന്നെ ശരീരത്തെ നിലനിർത്താനുള്ള ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക, സ്ട്രെസ് റിലീഫിന് വേണ്ടി ചെയ്യുക, റിലാക്സ് ചെയ്യുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ ശരീരം ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ ഉറങ്ങുക. ഇതിനെങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സ്നേഹം നമ്മൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യും. അപ്പോൾ കെയറിങ് എന്നുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ ഈ ഒരു നല്ല ദിവസം, ഗുരുപൂർണിമ എന്നുള്ള നല്ല ദിവസം, അവരെപ്പോലെ ആയിത്തീരാൻ, ഗുരുക്കന്മാരെങ്ങനെയാണോ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് അവരിപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ചിന്തകളിലൂടെ, അവരുടെ പുസ്തകങ്ങളിലൂടെ. ഇപ്പോൾ അവർ ആധ്യാത്മിക തലത്തിൽ എന്ത് ചെയ്യുന്നു എന്നറിയില്ല, പക്ഷേ അവർ പുസ്തകങ്ങൾ അവൈലബിളാണ്, അവർ ഉപദേശങ്ങൾ അവൈലബിളാണ്. ഇപ്പോഴും അത് നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെപ്പോലെ ആയിത്തീരാൻ നമ്മുടെ ഉള്ളിലൊരു ആർജവം വേണം. അതാണ് നമ്മൾ ശരിക്കും ഈ ഗുരുപൂർണിമ ദിവസത്തിൽ സ്വയം തീരുമാനമെടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.